يا إنسان ذكر رحمة ربك وزكريا إذ نادى ربه نداء خفيا قال رب إني وأحسن وأحبطه അവന് ഖുറാൻ കേട്ട് പഠിച്ചൊരു ആപ്പ് ഉണ്ട് അൽമിൻഷാവി എന്നുള്ള ഒരു ആപ്പ് നമ്മൾ വെച്ചു കൊടുത്തിരുന്നത്. അതിലുള്ള 114 സൂറത്തുകളും ബിസ്മി കേട്ട് കഴിഞ്ഞാൽ തന്നെ അത് ഏത് സൂറത്താന്ന് പറയാനും അവന് കഴിയും. നമുക്കാർക്കും കഴിയൂല. ബിസ്മി കേട്ടാല് ബിസ്മി ഞാൻ പ്ലേ ചെയ്തു. സൂറത്തിന്റെ പേരേതാ? ഓ അൽഹംദുലില്ലാ. അടുത്ത് ഫസ്റ്റ് താഴത്തോ അത് ആയത്തുൽ ഖുർആനി വകിതാബും മുബീൻ ഹുദൻ ഇക്കലങ്കോട് ആനക്കോട്ടുപുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ, നമ്മളെ മലപ്പുറം ജില്ലയിലാണ്. അതായത് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അത്ഭുത ബാലനെ എനിക്കൊന്ന് പരിചയപ്പെടുത്താനാണ്. അതായത് എന്താ പറയുക, അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങുന്ന പ്രായത്തിൽ തന്നെ, അല്ലെങ്കിൽ അക്ഷരങ്ങൾ എന്താണെന്ന് അറിയാത്ത പ്രായത്തിൽ തന്നെ ഖുർആൻ മുഴുവനായിട്ട് മനഃപ്പാടമാക്കിയ ഒരു മോൻ കേട്ടോ. അതായത് ഇവിടെ ഏറെക്കുറെ നമ്മുടെ എല്ലാ തങ്ങന്മാരും എല്ലാ മഹാന്മാരും അനുഗ്രഹിച്ചൊരു മോനും കൂടിയാണ്. അതായത് AP ഉസ്താദ് അതുപോലെ തന്നെ ഖലീൽ തങ്ങൾ, പാണക്കാട് തങ്ങന്മാരൊക്കെ അനുഗ്രഹിച്ച ഒരു മോനാണ്. അപ്പോൾ ആ മോൻ്റെ വീട്ടിലാണ് ഞാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ മോനെ ഈ ഖുർആൻ ഇങ്ങനെ മനഃപ്പാടമാക്കിയെന്ന് നമുക്ക് പാരൻസിനോട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മോൻ കേട്ടോ. ഏകദേശം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ ഉള്ളൂ. ആള് പേരെന്താ? ഹഫിൻ ഹാദി. ഹഫിൻ ഹാദി കേട്ടോ. ആളെ ഒരു പക്ഷേ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. ആൾ ഉപ്പയാണ് ഈ ഇരിക്കുന്നത്. പേര് ഉബൈദ്. ഓക്കെ. അപ്പോൾ ശരിക്കും ഈ മോന് ഖുർആൻ ഒരു ഹാഫിദാണ് അല്ലേ? ഒരു പക്ഷേ വീഡിയോ കാണാൻ നിങ്ങൾക്ക് പറഞ്ഞാലോ അല്ലെങ്കിൽ കണ്ടാലോ വിശ്വാസം വരാൻ സാധ്യതയില്ല. പക്ഷെ ആള് അക്ഷരങ്ങൾ, പ്രത്യേകിച്ച് അറബി അക്ഷരങ്ങൾ എന്താന്ന് പോലും അറിയാത്ത പ്രായത്തിൽ ഖുർആൻ മുഴുവനായിട്ട് മനപ്പാടാക്കി കേട്ടാ. അതിവിടെ നമുക്ക് കേൾക്കാൻ പറ്റും അല്ലേ? നമുക്ക് കുറച്ചൊക്കെ ഓതി തരൂല്ലേ? ഓക്കെ. ശരിക്കും ഈ ഒരു സംഗതിയിലെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ മോനെ ഒരു ഖുർആൻ ആപ്ലിക്കേഷൻ്റെ ആ ഒരു സഹായത്തോടെ കേട്ട് പഠിച്ചതാണ് കേട്ടോ. ശരിക്കും ഇവന് അറബി അക്ഷരങ്ങളോ മലയാള അക്ഷരങ്ങളോ ഒന്നും വായിക്കാനും എഴുതാനൊന്നും അറിയില്ല. ആ ഒരു പ്രായം മുമ്പേ അവൻ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും എത്രാമത്തെ വയസ്സിലാണ് ശരിക്കും ഇത് കണ്ടു തുടങ്ങിയത്? ഇവന് ഭിന്നശേഷിക്കാരനായ ഒരു മോനാണ്. 10 വയസ്സായിട്ടുണ്ട്. സ്കൂളിലോ മദ്രസിലോ ഒന്നും അങ്ങനെ റെഗുലറായിട്ട് പോലില്ല. ഓക്കെ. സ്പെഷ്യൽ സ്കൂളിൽ കുറച്ച് പോയിരുന്നു. ഓക്കെ. പക്ഷെ അവന് ചെറുപ്പം മുതലേ ഞങ്ങള് ജനിച്ച മുതലേ ഖുർആൻ വെച്ച് കൊടുക്കുമായിരുന്നു. ഒരു ആപ്ലിക്കേഷനിൽ ഫോണ് അത് സ്ഥിരമായിട്ട് കേട്ടിട്ട് ഒരു 5 വയസ്സായതിനു ശേഷമാണ് അവൻ സംസാരിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ ഒരു 2-3 വർഷം മുന്നേ പിന്നെ നമ്മള് ഈ റമദാനിലെ ഖത്മുൽ ഖുർആൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മളെവിടെയാണോ പോസ്റ്റ് ചെയ്തത് അതിന് ശേഷമുള്ളത് അവര് ഓതും. നമുക്ക് മനസ്സിലാക്കണം എവിടെ വെച്ചാലും അവന് ഓതുന്നുണ്ട്. അപ്പൊ മൊത്തം അവന് ഹിഫ്ളായിട്ടുള്ളത് ഒരു 2-3 വർഷം മുന്നേ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിനുശേഷം നമ്മളെ ഓരോ വ്ളോഗേഴ്സ് ഫൈസൽ കോട്ടക്കൽ ഭാഷ ഉണ്ടല്ലോ, ഓരോ വ്ളോഗിന് ശേഷമാണ് നമ്മള് പുറത്തെത്തിയത്. ഇപ്പോ 2 വർഷം ഈ 10 വയസ്സായതിനു ശേഷമാണ്. ഖത്മോദി ഞാൻ പറയാം. ആരാ കേട്ട ഫുള്ളായി ഓതിയിട്ടില്ലേ? ഉപ്പ് കേട്ടാ? പിന്നെ ആര് കേട്ടു? ഉമ്മച്ചി കേട്ടാ? ഓക്കെ. പേരെന്താ പറഞ്ഞേ? യൂട്യൂബ് ചാനലിന്റെ പേരെന്താ? ഞാൻ ചോദിച്ചാല് എവിടെ നമുക്ക് ഫസ്റ്റ് ഒരു സൂറത്ത് ഏതാ ഓതി തരാ? 2-3 ആയത്തെ ഏതാ ഓതി തരാ? നമുക്ക് ഇഷ്ടപ്പെട്ട 2 ആയത്തെ ഏതാ ഓതി തരാ? ഏതാണ്? ഏത് സൂറത്തിലാ ഓതുക? ഫുർഖാനാ? الرحمن علم القرآن خلق الإنسان علم البيان حسن والقمر بحسبان والنجم والشجر يسجدان والسماء والطارق كالميزان وأكرم وثنى بالقسط تتت الميزان وهذه الأنعام فيها فاكهة والنخل أكمام. മതി മാഷാ അല്ലാഹ്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാ.
എത്ര ദിവസം കൊണ്ട് പഠിച്ചതൊക്കെ? എത്ര ദിവസത്ത് പഠിക്കാനേ? 2 ദിവസം. 2 ദിവസം കൊണ്ട് പഠിച്ചോ? ഞാൻ പറഞ്ഞാ പഠിപ്പിച്ചെന്നാണോ? എങ്ങനെ പഠിച്ചത്? എങ്ങനെ പഠിച്ചത്? കേട്ട് പഠിച്ചു. എന്തിനാ കേട്ട്? ഫോണിലാ? ശരിക്കും ഇങ്ങനെ ഒരു സംഗതി ഉണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഇങ്ങനെ ആപ്പ് ഉപയോഗിച്ച് അവനെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല, എങ്ങനെ മനസ്സിലായി? അവന് ബിസ്മി കേട്ട് അവന് ഖുറാൻ കേട്ട് പഠിച്ചൊരു ആപ്പ് ഉണ്ട്, അൽ മിൻഷാവി എന്നുള്ള ഒരു ആപ്പ് നമ്മൾ വെച്ചു കൊടുത്തിരുന്നത്. ഓക്കെ. അതിലുള്ള 114 സൂറത്തുകളും ബിസ്മി കേട്ട് കഴിഞ്ഞാൽ തന്നെ അത് ഏത് സൂറത്താന്ന് പറയാനും അവന് കഴിയും. നമുക്കാർക്കും കഴിയൂല. ബിസ്മി കേട്ടാല് അപ്പോ നമുക്ക് മനസ്സിലാണ് അതിന്റെ ഒരു സൗണ്ടിന്റെ ഒരു വേരിയേഷൻ, അത് കാരിന്റെ ആ സൗണ്ടിന്റെ വേരിയേഷനും മാത്രം അത്രത്തോളം മനസ്സിലാക്കി വെച്ചുകൊണ്ടാണ് ബിസ്മി കേട്ട് കഴിഞ്ഞാൽ തന്നെ ഏത് സൂറത്താണ് ഓതാൻ പോകുന്നുള്ളത് അവനറിയാം. നോക്കാം. ആദ്യം നമുക്ക് ബിസ്മി കേട്ട് കഴിഞ്ഞാൽ ആദ്യം മോന് സൂറത്തിന്റെ പേര് പറയൂലേ? ഓക്കെ, അത് റെഡി അല്ലേ? നമുക്ക് അത് കാണിച്ചു കൊടുക്കാം കേട്ടോ. ഇനി അടുത്ത് പ്ലേ ചെയ്തോട്ടെ. ഈടണ്ട നീ ഇവിടെ എടുത്തിട്ട് പറഞ്ഞു കൊടുക്കണേ. എന്നാ സന്തോഷം കൊണ്ട് പറയണ സംസാരം നമുക്ക് മനസ്സിലാവാന്. അവർക്ക് അസുഖത്തിന്റെ പേര് സ്പാസ്റ്റിക് CP എന്നാണ്. എല്ലുകൾ ടൈറ്റ് ആകണ അസുഖമാണ്. അപ്പൊ നമ്മള് ടൈറ്റ് വരുമ്പോ ഉണ്ടല്ലോ സംസാരം സംസാരം ഇതൊക്കെ ആയിട്ട് ഇതാ റിലാക്സ് ആയിക്കുമ്പോ കറക്റ്റ് നല്ല രീതിയിൽ സംസാരിക്കും. ഇനി വേറെ സൂറത്ത്, അത് സൂറത്തിന്റെ പേര് പറയണേ. ഓക്കെ, പോസാക്കി. ഏത് സൂറത്താന്ന് പറഞ്ഞേ? ഓക്കെ, മാഷാ അല്ലാ. അപ്പൊ കറക്റ്റ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ്. ഓക്കെ, മുഹമ്മദ്. هل أتيتم إن توليتم أن تفسدوا في الأرض وتطيعوا أرحامكم أولئك الذين لعنهم ഓക്കെ മാഷാല്ലാ മാഷാല്ലാ. എനിക്കിഷ്ടായി. ഒരു സംഗതി എന്താ പറയാ, എവിടെ നിന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവൂലേ. ഇനി ആ ഒരു നിങ്ങൾക്ക് അറിയാത്തൊരു സൂറത്ത് ഇടാൻ വേണ്ടി പോവാട്ടാ. ഇത് കിട്ടുമോ നോക്കാം കേട്ടാ. റെഡിയല്ലേ? റെഡിയാണോ? ആണെങ്കിൽ ചിരിച്ച് ഇങ്ങോട്ട് നോക്കി ചിരിച്ച്. ഓക്കെ, റെഡിയാണ്. അപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാർ എനിക്ക് പറയാനുള്ള ചെറിയ മോനെ ഈ ഒരു അവസ്ഥക്ക് കാരണമായ അസുഖം കൊണ്ടാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. അവന് പെട്ടെന്ന് ഇതിന് മുക്താൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ അവൻ സംസാരശേഷിയായിരിക്കും കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന മാത്രമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ നിനക്ക് അറിയാത്തൊരു സൂറത്തിടാൻ പോകട്ടാ. ഉറപ്പല്ലേ? ഇത് ഉറപ്പാണെങ്കിൽ ഇത് എനിക്ക് പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ ഓതാൻ കഴിയില്ല. ഓക്കെ, ഓക്കെ, ഞാൻ ഇവിടെ പ്ലേ ചെയ്തു. ബാക്കി അത് ഓക്കെ. إبراهيم نادى ربه أني مسني الشيطان وأني وأناب ഓക്കെ 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 മതി മതി. ഞാൻ ഇത് ശരിക്കും നിനക്ക് തോന്നാൻ കഴിയില്ലെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. മാഷാ അല്ലാ. അപ്പോൾ ഇതിനെ തോൽപ്പിച്ചല്ല. ഇനി നമുക്ക് 2-3 ബിസ്മി കൂടെ നോക്കട്ടാ. ബിസ്മി ഇട്ടിട്ട് ഏതാണ് സൂറത്തിന് പേര് പറയണം. ആ സൂറത്തിന്റെ ഫസ്റ്റത്തെ ആയത്ത് ഓതണം. കയ്യില്ലേ? ഞാൻ ബിസ്മി ഇടും, ആ സൂറത്തിന്റെ പേര് പറയാം, അതിന്റെ ആയത്ത് ഓതുക. കയ്യില്ലേ? ഓക്കെ ഓക്കെയാണ്. ഇനി ഇവിടെ ഓക്കെ. ഏത് ഇന്ന് കേട്ടത്? ഏതിട്ടത്? ബിസ്മി ഞാൻ പ്ലേ ചെയ്തു. ഈ സൂറത്തിന്റെ പേര് ഏതാ? ഓ അൽഹംദുലില്ലാ. അടുത്ത് ഞാൻ ഫസ്റ്റ് താഴത്തോ അത്
آيات القرآن وكتاب مبين هدى وذكرى للمؤمنين الذين يقيمون الصلاة ويؤتون الزكاة وهم بآخرتهم يوقنون. അപ്പോൾ അഫിനാദി എന്ന മോനെ നമുക്കൊരു സൂറത്തും കൂടെ ഓതിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഞങ്ങൾ ഓദിച്ചു. കറക്റ്റാണ്. പിന്നെ അവൻ്റെ ഈ പറഞ്ഞ പോലെ തന്നെ അവൻ്റെ അസുഖം കാരണം ചില അക്ഷരങ്ങൾ വെളിവാകാത്ത ബുദ്ധിമുട്ടുള്ളൂ. പക്ഷെ എന്നാലും അൽഹംദുലില്ലാ ഒക്കെ റാത്താണ്.